പടിപ്പുരക്ക് പുറത്ത് അന്ന് നല്ല മഴയായിരുന്നു. തുലാമാസത്തിലെ ഇരുണ്ട വൈകുന്നേരം. മുറ്റത്തെ ചരലിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ശബ്ദം മാത്രമേ ആ വലിയ തറവാട്ടിൽ അപ്പോൾ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. വരാന്തയിലെ ഈട്ടിത്തടിയിൽ തീർത്ത ചാരുകസരയിൽ മാധവൻ നായർ കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടിലെ എരിയുന്ന ബീഡിയിൽ നിന്നുള്ള പുക ആ തണുത്ത കാറ്റിൽ അവിടെയാകെ പരന്നു. ഉമ്മറത്തെ വലിയ തൂണിനോട് ചേർന്ന് തലകുനിച്ച് ഒന്നും മിണ്ടാനാകാതെ ചെയ്തു നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. വിരലുകൾ പരസ്പരം കൂർത്തുപിടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. അകത്തെ മുറിയിൽ നിന്നും ബാഗുകളുടെ സിബ് വലിച്ചടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സേതുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. രാധിക ഇറങ്ങി വരികയാണ്. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. മുഖത്ത് സങ്കടത്തേക്കാൾ വലിയ ദേഷ്യവും നിരാശയുമായിരുന്നു. അവളുടെ കയ്യിൽ സ്വന്തം സാധനങ്ങളടങ്ങിയ 2 യാത്രാ ബാഗുകൾ മാത്രം. മേശപ്പുറത്ത് അവർ രണ്ടുപേരും ഒപ്പുവെച്ച വിവാഹമോചനത്തിന്റെ കടലാസുകൾ കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. രാധിക സേതുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല എന്ന ചോദ്യം. പക്ഷേ ചെറുപ്പം മുതൽ മാധവൻ നായർ എന്ന അമ്മാവന്റെ ചെലവിൽ വളർന്ന് അയാളുടെ മുന്നിൽ നട്ടെല്ല് വളഞ്ഞുപോയ സേതുവിനെ അപ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നിന്റെ ഈ IPS മോഹമൊന്നും ഇവന് പറഞ്ഞിട്ടുള്ളതല്ല കുട്ടി. ഇവനത് വെറും പുച്ഛമാണ്. നിന്റെ കാശിൽ കണ്ണുവെച്ചാണ് ഇവൻ കൂടെ നിൽക്കുന്നത്. നിന്നെക്കൊണ്ട് ഇവന് ഒരു ഗുണവുമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധവൻ നായർ രാധികയുടെ ചെവിയിൽ വിഷം പോലെ കുത്തിവെച്ചിരുന്നു. സേതുവിനോട് ചോദിച്ചപ്പോൾ അമ്മാവനെ എതിർക്കാൻ കഴിയാതെ അവൻ മൗനം പാലിച്ചത് രാധികയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായി തോന്നി. ഈ മൗനമാണ് ഇന്നവളെ ഈ പടിയിറങ്ങാൻ പ്രേരിപ്പിച്ചത്. രാധിക നടന്നു നീങ്ങുമ്പോൾ പടിപ്പുര വരെയെങ്കിലും അവളുടെ പെട്ടി പിടിക്കാൻ സേതു മുന്നോട്ടാഞ്ഞതാണ്. പക്ഷേ മാധവൻ നായരുടെ ഒരു കാർക്കിച്ചു തുപ്പലിൽ ആ കാലുകൾ അവിടെ തറഞ്ഞു നിന്നു. മഴയത്ത് കുട പോലും ഇല്ലാതെ തിരിഞ്ഞു നോക്കാതെ രാധിക ഇടവഴിയിലൂടെ നടന്നു മറയുന്നത് സേതു നോക്കി നിന്നു. അന്ന് രാത്രി ആ തറവാട്ടിലെ അടുക്കളപ്പുറത്തെ ഇരുണ്ട മുറിയിൽ പഴയൊരു പായയിൽ കിടന്ന് സേതു ഒരുപാട് കരഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഡൽഹിയിലെ കൊടും തണുപ്പുള്ള ഒരു ചെറിയ വാടക മുറിയിൽ രാധിക തന്റെ പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു. സിവിൽ സർവീസ് എന്ന സ്വപ്നം മാത്രമായിരുന്നു അവളുടെ മുന്നിൽ. അപമാനിക്കപ്പെട്ടവളുടെ വാശിയായിരുന്നു അവളുടെ ഉള്ളിൽ മുഴുവൻ. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് മരവിച്ച കൈകളാൽ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ മാധവൻ നായരുടെ പരിഹാസവും സേതുവിന്റെ ആ നിസ്സഹായമായിട്ടുള്ള മൗനവും ഓടിയെത്തുമായിരുന്നു. ആ പകരം വീട്ടൽ അവൾ തന്റെ പഠനത്തിലേക്ക് തിരിച്ചു വിട്ടു. എന്നാൽ അവൾ അറിയാത്ത മറ്റൊരു സത്യം ആ നാട്ടിലെ തറവാട്ടിൽ പുകയുന്നുണ്ടായിരുന്നു. ഡിവോഴ്സ് നടന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മാൻ ആ കത്തുമായി വന്നത്. സേതുവാണ് അത് വാങ്ങിയത്. രാധികയുടെ പേരിലുള്ള ബാങ്ക് നോട്ടീസ്. അവൾ പഠിക്കാൻ വേണ്ടി എടുത്ത വലിയൊരു എഡ്യൂക്കേഷൻ ലോണിന്റെ ജപ്തി നോട്ടീസായിരുന്നു അത്. മാധവൻ നായർ ആ നോട്ടീസ് കണ്ടാൽ വീണ്ടും പ്രശ്നമുണ്ടാക്കുമെന്നും രാധികയുടെ വീട്ടുകാരെ നാണം കെടുത്തുമെന്നും സേതുവിനെ അറിയാമായിരുന്നു. അതിനേക്കാൾ ഉപരി ഇതറിഞ്ഞാൽ ഡൽഹിയിൽ പഠിക്കുന്ന അവളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. അവളുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുമെന്ന് അവൻ ഭയന്നു. ആ കടലാസ് ചുരുട്ടി അവൻ തന്റെ മുണ്ടിൽ തിരുകി. അന്ന് രാത്രി അവൻ ഒരു തീരുമാനമെടുത്തു. അവളോടുള്ള സ്നേഹം അവൻ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി ഒരു കാരണവശാലും ഈ കടം മാറാൻ അവൻ അനുവദിക്കില്ല. പിറ്റേന്നു മുതൽ സേതുവിന്റെ ജീവിതം പൂർണ്ണമായിട്ടും മാറി. പകൽ മുഴുവൻ മാധവൻ നായരുടെ തറവാട്ടിലെ ഒരു വെറും വേലക്കാരനായിരുന്ന അവൻ. പറമ്പിലെ പണി, തൊഴുത്തിലെ പണി, മാധവൻ നായരുടെ ശകാരങ്ങൾ. അവള് പോയതോടെ നിന്റെ അഹങ്കാരം തീർന്നല്ലടാ, ഇനി ഇവിടെ കിടന്ന് നരകിക്ക് എന്നയാളുടെ വാക്കുകൾ സേതു നിശബ്ദമായിട്ട് കേട്ടുനിന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ സേതു മറ്റൊരു മനുഷ്യനാകും. തറവാട്ടിലെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പഴയൊരു സൈക്കിളുമെടുത്ത് അവൻ ടൗണിലേക്ക് പോകും. അവിടെ മാർക്കറ്റിൽ ലോറികളിൽ വരുന്ന പച്ചക്കറി ചാക്കുകൾ ഇറക്കുന്ന ചുമട്ടു തൊഴിലാളിയായിട്ട് അവൻ മാറി. 50ഉം 60ഉം കിലോ വരുന്ന ചാക്കുകൾ ആ മെലിഞ്ഞ ശരീരത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവന്റെ നട്ടെല്ല് വേദന കൊണ്ട് പൊളഞ്ഞു. വിയർപ്പൊഴുകി കണ്ണുകൾ നേറി. മരവിച്ച വിരലുകളിൽ നിന്ന് ചോര പൊടിഞ്ഞു. എങ്കിലും ആ രാത്രികളിൽ ലഭിക്കുന്ന ഓരോ 100 രൂപ നോട്ടും അവൻ ഭദ്രമായിട്ട് മടക്കി തന്റെ കീറിയ പേഴ്സിൽ വെച്ചു. പുലർച്ചെ ആരും കാണാതെ തറവാട്ടിൽ തിരിച്ചെത്തി. വീണ്ടും പറമ്പിലെ പടി തുടങ്ങും. ഉറക്കം എന്നത് മണിക്കൂറുകൾ മാത്രമുള്ള ഒന്നായി മാറി. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. ഓരോ മാസവും ബാങ്കിൽ പോയി ലോണിന്റെ വലിയൊരു തുക അവൻ അടച്ചുകൊണ്ടിരുന്നു. ബാങ്ക് മാനേജർക്ക് പോലും ആ സാധുവിനോട് സഹതാപം തോന്നി. തന്റെ കീറിയ ഷർട്ടും തേഞ്ഞ ചെരുപ്പും മാറ്റി പുതിയതൊന്ന് വാങ്ങാൻ പോലും അവൻ തയ്യാറായില്ല. അവളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ഇതിനിടയിൽ സേതുവിന്റെ ആരോഗ്യവും യൗവനവും കാർന്നു തിന്നപ്പെട്ടിരുന്നു. 28ാമത്തെ വയസ്സിൽ അവന്റെ മുടി നരച്ചു തുടങ്ങി. കണ്ണുകൾ കുഴിഞ്ഞു, കവിളുകൾ ഒട്ടി. നിരന്തരമുള്ള ചുമ അവനെ അലട്ടി തുടങ്ങി. മാധവൻ നായർ ഇത് കണ്ടെങ്കിലും
വേലക്കാരന്റെ ക്ഷീണം എന്നതിനപ്പുറം അയാൾക്കത് ഒന്നുമല്ലായിരുന്നു. 5 വർഷങ്ങൾ ഡൽഹിയിലെ മുറിയിൽ അവസാനത്തെ ഇന്റർവ്യൂ റിസൾട്ടും കാത്തിരുന്ന രാധികയുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്നതും, ഇവിടെ നാട്ടിൽ ബാങ്ക് കൗണ്ടറിൽ അവസാനത്തെ ഗഡു അടച്ച് ആ ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന്റെ രസീത് സേതു വാങ്ങിയതും ഒരേ ദിവസമായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ രാധികയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകി. അവളുടെ വാശി ജയിച്ചിരിക്കുന്നു. ഇവിടെ ബാങ്കിൽ നിന്നും പുറത്തിറങ്ങിയ സേതുവിനെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൻ റോഡരികിലെ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. കീറിയ ആ രസീത് നെഞ്ചോട് ചേർത്ത് വെച്ച് ആരും കാണാതെ അവൻ കരഞ്ഞു. തന്റെ പെണ്ണ് ഇനി ജയിക്കും, അവൾക്കൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന ആശ്വാസമായിരുന്നു ആ കണ്ണീരിൽ. അയാൾ പതിയെ എഴുന്നേറ്റ് തന്റെ സൈക്കിളെടുത്ത് വീണ്ടും മാധവൻ നായരുടെ തൊഴുത്തിലേക്ക് നടന്നു. മാസങ്ങൾക്ക് ശേഷം ആ നാട് വലിയൊരു ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ജില്ലയിലേക്ക് പുതിയതായിട്ട് ചാർജ് എടുക്കുന്ന SP വരുന്നു. നാട്ടിലെങ്ങും പോലീസുകാരുടെ തിരക്ക്. ലോക്കൽ സ്റ്റേഷനിലെ പോലീസുകാർ പോലും ഭയഭക്തി ബഹുമാനങ്ങളോടെ കാത്തിരിക്കുന്നു. നാട്ടിലെ പ്രമാണിയായിട്ടുള്ള മാധവൻ നായർ പുതിയ SP സ്വീകരിക്കാനും സ്വാധീനിക്കാനും മുന്നിൽ തന്നെയുണ്ട്. വലിയൊരു ഹാരവും പിടിച്ച് തന്റെ സിൽബന്ദികൾക്കൊപ്പം അയാൾ പഞ്ചായത്ത് മൈതാനത്ത് നിൽപ്പുണ്ട്. വിദൂരത്തു നിന്നും സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടു തുടങ്ങി. പോലീസ് പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആ കറുത്ത ഇന്നോവ കാർ മൈതാനത്തേക്ക് കടന്നു വന്നു. ചുറ്റും പൊടിപടലങ്ങൾ ഉയർന്നു. കാറ് വന്ന് നിന്നതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ചെന്ന് ഡോറ് തുറന്നു കൊടുത്തു. തിളങ്ങുന്ന കാക്കി യൂണിഫോമിൽ അശോകസ്തംഭം തുന്നിച്ചേർത്ത തൊപ്പി വെച്ച് ഗാംഭീര്യത്തോടെ അവൾ പുറത്തേക്കിറങ്ങി. രാധിക IPS. ആ നാട് ഒന്നടങ്കം സ്തംഭിച്ചുപോയി. മാധവൻ നായരുടെ കയ്യിലിരുന്ന വലിയ ആഹാരം താഴേക്ക് ഊർന്നു വീഴാൻ പോയി. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് താൻ അപമാനിച്ച് ഇറക്കിവിട്ട വെറും കൈയോടെ നടന്നുപോയ ആ പെൺകുട്ടി ഇന്ന് അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ അന്നത്തെ ആ സങ്കടമില്ല, പകരം ഒരുതരം മൂർച്ചയുള്ള തീഷ്ണതയായിരുന്നു. മാധവൻ നായരെ കണ്ടിട്ടും കാണാത്തതുപോലെ അവള് നടന്നു നീങ്ങി. അവളുടെ മനസ്സിൽ അപ്പോഴും പഴയ പകയുടെ കനല് എരിയുന്നുണ്ടായിരുന്നു. ചാർജ് എടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ആഴ്ചകളിൽ പഴയ ഓർമ്മകൾ അവളെ വല്ലാതെ വേട്ടയാടി. പഴയ ബാങ്ക് ലോണിന്റെ കാര്യം അന്വേഷിക്കാൻ അവൾ ഒരു ദിവസം രഹസ്യമായിട്ട് ടൗണിലെ ആ പഴയ ബാങ്കിലേക്ക് പോയി. അവളുടെ വരവ് കണ്ട് ബാങ്ക് മാനേജർ എഴുന്നേറ്റ് നിന്നു. തന്റെ പഴയ ലോൺ വിവരങ്ങൾ അവൾ അന്വേഷിച്ചു. എത്ര പെനാൽറ്റി ഉണ്ടെങ്കിലും അത് മുഴുവൻ താൻ അടച്ചു തീർക്കും എന്ന ഭാഷയിലായിരുന്നു അവൾ. മാനേജർ കുറച്ചു നേരം കമ്പ്യൂട്ടറിൽ നോക്കിയ ശേഷം അവളെ അത്ഭുതത്തോടെ നോക്കി. മാഡം, ആ അക്കൗണ്ട് 4 മാസം മുമ്പേ ക്ലോസ് ചെയ്തു. 1 രൂപ പോലും അതിലിനി ബാക്കിയില്ല. രാധിക ഞെട്ടി. അച്ഛനില്ലാത്ത സാമ്പത്തികമായി തകർന്ന തന്റെ കുടുംബം എങ്ങനെ ഇത്രയും വലിയ തുക അടച്ചു എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ മാനേജറോട് ചോദിച്ചു, ആരാണ് അത് അടച്ചത്? എന്റെ വീട്ടിൽ നിന്നാണോ? മാനേജർ ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ തന്റെ മേശവലിപ്പിൽ നിന്നും ഒരു പഴയ ഫയൽ എടുത്തു. അതിൽ നിന്നും മഞ്ഞ നിറമുള്ള കുറെ പഴയ ചെല്ലാനുകൾ അവൾക്ക് നേരെ നീട്ടി. ഇത് മാഡത്തിന്റെ വീട്ടുകാർ അടച്ചതല്ല. കഴിഞ്ഞ 5 വർഷമായി എല്ലാ മാസവും 1-ാം തീയതി രാവിലെ തന്നെ ഒരാളിവിടെ വരും. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച, എപ്പോഴും ചുമക്കുന്ന ഒരു സാധു മനുഷ്യൻ. അയാളുടെ കയ്യിലുള്ള നോട്ടുകൾക്ക് പലപ്പോഴും വിയർപ്പിന്റെയും ചന്തയിലെ പച്ചക്കറിയുടെയും മണമുണ്ടാകും. അയാൾ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ് മാഡം ഇതെല്ലാം. ആ ചെല്ലാനുകളിലെ ഒപ്പ് കണ്ടപ്പോൾ രാധികയുടെ ഹൃദയമെടുപ്പ് നിലച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. വിറക്കുന്ന കൈകളോടെ അവൾ ആ കടലാസുകൾ ചേർത്ത് പിടിച്ചു. സേതു, ആ അക്ഷരങ്ങൾ അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മാനേജർ തുടർന്നു. അവസാനത്തെ ഗഡു അടക്കാൻ വന്നപ്പോൾ അയാൾക്ക് നിൽക്കാൻ പോലും വയ്യായിരുന്നു മാഡം. എന്നിട്ടും അയാൾ പറഞ്ഞു, മാഡം ഇതൊന്നും അറിയരുത് എന്ന്, മാഡത്തിന്റെ പഠിപ്പ് മുടങ്ങരുതെന്ന്. രാധികയ്ക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. തന്റെ കാക്കി യൂണിഫോമിൽ വീണ ഓരോ കണ്ണീർ തുള്ളിയിലും അവളുടെ അഹങ്കാരവും വാശിയും അലിഞ്ഞില്ലാതാകിയായിരുന്നു. താൻ ഇത്രയും കാലം പുച്ഛിച്ച, തന്നെ ഉപേക്ഷിച്ചുവെന്ന് കരുതിയ ആ മനുഷ്യൻ തനിക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ എരിയിച്ച് കളയുകയായിരുന്നു എന്ന സത്യം ആ ഒരു വലിയ ഇടിമുഴക്കം പോലെ അവളിലേക്ക് വന്നിറങ്ങി. അന്ന് വൈകുന്നേരം നാട്ടിലെ വലിയൊരു സാംസ്കാരിക കേന്ദ്രത്തിൽ പുതിയ SP-ക്കുള്ള സ്വീകരണ ചടങ്ങ് നടക്കുകയായിരുന്നു. നാട്ടുപ്രമാണി എന്ന നിലയിൽ പരിപാടിയുടെ പ്രധാന സംഘാടകൻ മാധവൻ നായരായിരുന്നു. സ്റ്റേജിൽ വിശിഷ്ടാതിഥികൾക്കുള്ള കസേരകൾ നിരത്തിയിട്ടുണ്ട്. സദസ്സിൽ നാട്ടുകാരെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. സ്റ്റേജിന്റെ ഒരു മൂലയിൽ അതിഥികൾക്ക് ചായ കൊടുക്കാനും ഗ്ലാസുകൾ കഴുകാനും നിൽക്കുന്ന കൂട്ടത്തിൽ സേതുവും ഉണ്ടായിരുന്നു. പഴയൊരു തോർത്ത് തലയിൽ കെട്ടി മുഷിഞ്ഞൊരു ഷർട്ട് ധരിച്ച് അവൻ നിൽക്കുന്നത് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. രാധികയുടെ വരവും കാത്ത് എല്ലാവരും കാത്തു നിന്നു. പെട്ടെന്ന് പോലീസ് വാഹനങ്ങളുടെ സൈറൺ മുഴങ്ങി. രാധിക വന്നിറങ്ങി.
പോലീസുകാർ അവൾക്ക് സല്യൂട്ട് നൽകി. അവൾ നേരെ സ്റ്റേജിനടുത്തേക്ക് നടന്നു. ഈ സമയം സേതു ഒരു വലിയ ട്രേയിൽ ചായയുമായി അതിഥികൾക്ക് നൽകാൻ വരികയായിരുന്നു. തിക്കിത്തിരക്കി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവന്റെ ക്ഷീണിച്ച ശരീരത്തിന് ആ ട്രേയുടെ ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. കാല് തെന്നി അവൻ മുന്നോട്ട് ആഞ്ഞുപോയി. കുറച്ച് ചായ താഴെ വീണു. ഇത് കണ്ട മാധവൻ നായർ ദേഷ്യം കൊണ്ട് വിറച്ചു. പുതിയ എസ് മുന്നിൽ തന്റെ അന്തസ് കളയാൻ ഇവൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് അയാൾ കരുതി. എല്ലാവരും നോക്കി നിൽക്കെ അയാൾ ഓടിച്ചെന്ന് സേതുവിന്റെ കരണത്ത് ആഞ്ഞടിച്ചു. സേതു നിലത്തേക്ക് വീണു. ആ ട്രേയും ഗ്ലാസുകളും വലിയ ശബ്ദത്തോടെ തറയിൽ ചിതറിത്തെറിച്ചു. എഴുന്നേൽക്കട നായെ, മാധവൻ നായർ അലറി. നിന്നെക്കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല. പോലീസുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ വന്നേക്കുന്നു. എന്റെ വീട്ടിലെ എച്ചിൽ തിന്ന് വളർന്ന നിന്നെ ഇന്ന് ഞാൻ... അയാൾ സേതുവിനെ വീണ്ടും ചവിട്ടാൻ കാലോങ്ങി. നിലത്ത് വീണ സേതു ഭയത്തോടെ കൈകൾ കൂപ്പി മുഖം മറച്ചു. ആ സമയം സദസ്സിലാകെ ഒരു വലിയ നിശബ്ദത പരന്നു. രാധികയുടെ നടത്തം അവിടെ നിന്നു. അവളുടെ കണ്ണുകൾ തറയിൽ കിടക്കുന്ന സേതുവിലും അയാളെ തല്ലാൻ നിൽക്കുന്ന മാധവൻ നായരിലുമായിരുന്നു. രാധികയുടെ മുഖത്തെ ഭാവം മാറി. അതുവരെ കണ്ട പ്രൊഫഷണൽ ആയിട്ടുള്ള പോലീസ് ഓഫീസറുടെ മുഖമല്ലായിരുന്നു അത്. കോപം കൊണ്ട് അവളുടെ ശരീരം വിറച്ചു. കൂടെയുണ്ടായിരുന്ന പോലീസുകാർ പോലും ആ ഭാവം കണ്ട് ഭയന്നു. അവൾ വേഗത്തിൽ മാധവൻ നായർക്ക് നേരെ നടന്നു. അവളുടെ ബൂട്ട്സുകളുടെ ശബ്ദം ആ മൈതാനത്ത് മുഴങ്ങിക്കേട്ടു. മാധവൻ നായർ ഒരു വല്ലാത്ത ചിരിയോടെ അവളെ നോക്കി. മാഡം ക്ഷമിക്കണം, ഇവനൊരു ഉപയോഗവുമില്ലാത്ത വെറും... അയാളുടെ വാക്കുകൾ പൂർത്തിയാക്കും മുൻപ് രാധിക മാധവൻ നായരെ നോക്കി ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ അയാളുടെ സർവ്വധൈര്യവും ചോർന്നുപോയി. അവൾ അയാളെ കടന്ന് നിലത്ത് കിടക്കുന്ന സേതുവിന്റെ അടുത്തേക്കിരുന്നു. തന്റെ കാക്കി യൂണിഫോമിൽ ചെളി പുരുളുന്നത് അയാൾ വകവെച്ചില്ല. വിറക്കുന്ന ആ അഴുക്കുപുരുണ്ട കൈകൾ അവൾ തന്റെ 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. സേതു ഭയത്തോടെ മുഖമുയർത്തി നോക്കി. ആ കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. സദസ്സും പോലീസുകാരും മാധവൻ നായരും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തരിച്ചു നിന്നു. രാധിക സേതുവിനെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് മാധവൻ നായർക്ക് നേരെ തിരിഞ്ഞു. അവളുടെ ശബ്ദം ആ മൈതാനത്ത് ഇടിമുഴക്കം പോലെ കേട്ടു. ഉപയോഗമില്ലാത്തവൻ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ എച്ചിൽ തിന്നവൻ അല്ലേ? അവൾ മാധവൻ നായർക്ക് നേരെ വിരൽ ചൂണ്ടി. ഈ കാക്കി യൂണിഫോമിൽ ഈ നാട്ടിലെ SP ആയി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ചവിട്ടിയിട്ട എൻ്റെ ഭർത്താവിൻ്റെ വിയർപ്പ് കൊണ്ടാണ്. 5 വർഷം അയാൾ എനിക്ക് വേണ്ടി, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചന്തയിൽ ചുമടെടുക്കുകയായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് വെറും 5 വർഷമാണ്. പക്ഷേ ഇയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ ജീവിതമാണ്, ആരോഗ്യമാണ്. രാധികയുടെ വാക്കുകൾ കേട്ട് സദസ്സിലുള്ള പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മാധവൻ നായർ അപമാനം കൊണ്ട് തല താഴ്ത്തി. രാധിക തന്റെ യൂണിഫോമിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്തു. അത് പതിയെ തുറന്നു. 5 വർഷം മുമ്പ് ആ പഴയ തറവാടിന്റെ പടിയിറങ്ങുമ്പോൾ അവൾ ഊരിവെച്ച ആ പഴയ താലിയായിരുന്നു അത്. അവളത് സേതുവിന് നേരെ നീട്ടി. സേതുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. അയാളുടെ വിറക്കുന്ന കൈകൾ അവളുടെ കൈകളെ ചേർത്ത് പിടിച്ചു. യാതൊരു സങ്കോചവുമില്ലാതെ നൂറുകണക്കിന് ആളുകളുടെയും പോലീസുകാരുടെയും മുന്നിൽ വെച്ച് SP രാധിക ആ താലി വീണ്ടും തന്റെ കഴുത്തിലണിയാൻ അവനോട് ആവശ്യപ്പെട്ടു. സേതു ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അറിയാതെ കൈയടിച്ചുപോയി. അവൾ സേതുവിന്റെ കൈ മുറുകെ പിടിച്ച് ചുറ്റും നിൽക്കുന്നവരെ വകവെക്കാതെ തന്റെ പോലീസ് ജീപ്പിന് നേരെ നടന്നു. ജീപ്പിന്റെ മുൻസീറ്റിൽ സേതുവിനെ ഇരുത്തി അവളും കയറി. സൈറൻ മുഴുക്കി ആ വാഹനം മൈതാനത്ത് നിന്നും പുറത്തേക്ക് പോകുമ്പോൾ വർഷങ്ങളോളം താൻ അടിമയാക്കി വെച്ചിരുന്ന ആ മനുഷ്യന്റെ മുന്നിൽ പൂർണ്ണമായും പരാജയപ്പെട്ട് തലകുനിച്ച് ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്ന മാധവൻ നായരെ ആ പൊടിപടലങ്ങൾ മൂടിയിരുന്നു. കൂടെ ആ നാടിന്റെ പുതിയ ചരിത്രവും അവിടെ തുടങ്ങുകയായിരുന്നു.